അറിവിനൊപ്പം ധർമ്മബോധവും ഉണ്ടാവണമെന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. ജീവിതത്തിന് വേണ്ട ഉത്തമ മാതൃകകളാണ് രാമായണത്തിലുള്ളതെന്നും മാതാ അമൃതാനന്ദമയി മഠം തലശ്ശേരി മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി പറഞ്ഞു. ഓം അമൃതേശ്വരിയൈ നമഃ. രാമായണ മാസമായി ആചരിക്കുന്ന ഈ കർക്കിടക മാസത്തിൽ രാമൻ്റെ ജീവിത യാത്രയോടൊപ്പം നമുക്കും പങ്കുചേരാം. ഈശ്വരൻ്റെ സ്മരണയും ഈശ്വര കഥനവുമെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ മംഗളകരവും ആനന്ദകരവുമായി തീരുന്നു. നമുക്കറിയാം, സനാതന ധർമ്മത്തിൽ രാമായണത്തെ ഇതിഹാസത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇതിഹാസം? ഇതിഹ ആസ്തേ അസ്മിൻ ഇത് ഇതിഹാസഃ. അതായത് ഇതിഹ ഉള്ളതിനാൽ ഇതിഹാസം എന്നർത്ഥം. അപ്പോൾ എന്താണ് ഇതിഹ? പരമ്പരാഗതമായി ആചരിച്ചു പോകുന്ന, അനുഷ്ഠിച്ചു പോകുന്ന സദാചാരങ്ങളാണ് ഇതിഹകൾ എന്ന് പറയുന്നത്. അത്തരം സദാചാര മൂല്യങ്ങളെ ഉൾക്കൊണ്ട, അത്തരം കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട ഒരു മഹാകാവ്യമാണ് രാമായണം. അമ്മ പറയാറുണ്ട്, നമുക്ക് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസമുണ്ട് എന്ന്. അതായത് ജീവിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം. നമ്മളിന്ന് സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും കിട്ടുന്നത് അതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം പൂർണ്ണമാകില്ല. പൂർണ്ണമായ സംതൃപ്തി നമുക്ക് നേടാൻ സാധ്യമല്ല. അവിടെയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി. അതാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസം, ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം. അതാണ് ആധ്യാത്മികത. എന്തിന് ജീവിക്കണം, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ശാസ്ത്രങ്ങളാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. രാമായണവും നമുക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന് മാതൃകകൾ ആവശ്യമാണ്. അത്തരം ഉത്തമമായ നിരവധി മാതൃകകൾ നമുക്ക് രാമായണത്തിൽ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നാം, രാമായണം വെറും കഥയല്ലേ എന്ന്. വാസ്തവത്തിൽ രാമനും കൃഷ്ണനുമെല്ലാം നമ്മോടൊപ്പം ജീവിച്ച് മൺമറഞ്ഞ മനുഷ്യ ശരീരങ്ങൾ എടുത്തവരാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ അവതാര സിദ്ധാന്തം വളരെ പ്രത്യേകതയാണ്. സനാതനധർമ്മത്തിന് മാത്രം ഉള്ളതാണ് അവതാര സിദ്ധാന്തം. അതായത് ഈശ്വരൻ മനുഷ്യരൂപത്തിൽ നമ്മളോടൊത്ത് ജീവിച്ച് നമ്മളെ ഈശ്വരപദത്തിലേക്ക് ഉയർത്താനായി മനുഷ്യരൂപമെടുക്കുന്നു. അവരെയാണ് നമ്മൾ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ രാമനും കൃഷ്ണനുമെല്ലാം ഇവിടെ ജീവിച്ച് നമ്മളോടൊപ്പം ജീവിച്ചവർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ അറിവ് നേടിയോണ്ട് മാത്രം കാര്യമാകുന്നില്ല. രാവണന് അറിവുണ്ടായിരുന്നു, വേദപണ്ഡിതനായിരുന്നു, പക്ഷേ ധർമ്മബോധം ഇല്ലായിരുന്നു. ധർമ്മബോധം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും നുകരാൻ സാധിക്കുകയുള്ളൂ. രാമായണം വെറുതെ പാരായണം ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മൾ അതിലെ സന്ദേശം കൂടി ഉൾക്കൊള്ളണം. നാളെ രാമൻ്റെ പട്ടാഭിഷേകമാണ്. രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പിറ്റേ ദിവസം രാമന് പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. ആ നിമിഷം കൈകേയി പറയുന്നു, നീ വനത്തിലേക്ക് പോകണം, 14 വർഷം വനത്തിലേക്ക് പോകണം, ഭരതനെ രാജാവായി വാഴിക്കണം എന്ന്. വാസ്തവത്തിൽ രാമൻ അതിനെ യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ പിതാവിൻ്റെ വാക്കിനെ പാലിക്കാനായി തൻ പുത്രധർമ്മമായി സ്വീകരിച്ച് അതിനെ കൈക്കൊണ്ടു. രാമൻ യാതൊരു മടിയും കൂടാതെ പുത്രധർമ്മമായി സ്വീകരിച്ച് വനത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ചെയ്തത്. അതേസമയം കൈകയോട് യാതൊരു വിദ്വേഷമോ നീരസമോ പ്രകടിപ്പിക്കുകയും ചെയ്തില്ല. രാമൻ നമുക്ക് കാണിച്ചു തരുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എന്തു ത്യാഗം സഹിച്ചും നമ്മൾ ആ ധർമ്മം പാലിക്കണം എന്ന് തന്നെയാണ്. ശരിയായ ഒരു കാഴ്ചപ്പാട് പകർന്നു തരാൻ രാമായണത്തിന് അല്ലെങ്കിൽ
ഇത്തരം ഇതിഹാസങ്ങൾക്ക് കഴിയുന്നു. രാമനും ലക്ഷ്മണനും വനയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ലക്ഷ്മണൻ സുമിത്രയോട് അനുഗ്രഹത്തിനായി വരുന്ന സമയം സുമിത്ര പറയുന്നത് ഇതാണ്: നീ രാമനെ ദശരഥനായിട്ട് കരുതുക, സീതയെ എന്നെപ്പോലെ കാണുക, മാതാവായി കാണുക, കാട് അയോധ്യയായി കാണുക. ഇത് കഴിഞ്ഞ് വേറൊരു സന്ദർഭം കിഷ്കിന്ധാകാണ്ഡത്തിൽ വരുന്നുണ്ട്. രാമൻ സുഗ്രീവനുമായിട്ടുള്ള സമാഗമ സന്ദർഭം. സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങൾ 4-5 പേർ മല മുകളിൽ നിൽക്കുമ്പോൾ ഒരു രാക്ഷസൻ ഒരു സുന്ദരിയായ സ്ത്രീയെയും അപഹരിച്ചു പോകുന്നത് കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ തൻ്റെ ഉത്തരീയത്തിൽ എൻ്റെ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞ് നിക്ഷേപിച്ചു. അവർ തീർച്ചയായിട്ടും സീത തന്നെ ആയിരിക്കും. എന്നിട്ട് ആ ആഭരണങ്ങളെല്ലാം കൊണ്ട് രാമനെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. രാമൻ പ്രേമപൂർവ്വം ആ ആഭരണങ്ങളെ മാറോട് ചേർക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനോട് കാണിക്കുന്നു, ഈ ആഭരണങ്ങൾ നോക്കൂ, ഇത് സീതയുടെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഇതിൽ ചിലങ്കകൾ സീതയുടെ തന്നെയാണ്, എന്നാൽ തോൾവളകളോ കുണ്ടലങ്ങളോ സീതയുടേതാണെന്ന് എനിക്ക് നിശ്ചയമില്ല. കാരണം ഞാൻ നിത്യവും പാദ നമസ്കാരം ചെയ്യാറുള്ളത് കൊണ്ട് ആ ചിലങ്കകൾ സീതയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാം എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. നോക്കുക, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, ജ്യേഷ്ഠപത്നിയോട് എങ്ങനെയായിരിക്കണം, അതുപോലെ ഓരോ സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാമൻ ഒരു ഉത്തമ മാതൃകാപുരുഷൻ തന്നെയായിരുന്നു, ഉത്തമ രാജാവായിരുന്നു, ഉത്തമ മിത്രമായിരുന്നു, ഉത്തമ പുത്രനായിരുന്നു. ഇങ്ങനെ നിരവധി പ്രതീകങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. രാമായണ മാസക്കാലം മാത്രം നമ്മൾ രാമായണ പാരായണം ചെയ്താൽ മതിയോ? തീർച്ചയായിട്ടും പോരാ. നമുക്ക് ജീവിതത്തിൽ നിത്യവും ഒരു അനുഷ്ഠാനം ആവശ്യമാണ്. നമുക്കറിയാം, വാൽമീകി ആരായിരുന്നു? കാട്ടാളനായിരുന്നു. എന്നാൽ ആ ഈശ്വര സ്മരണയോടുകൂടി കഴിഞ്ഞതിൻ്റെ ഫലമായി അവസാനം മഹാഋഷിയായി മാറി. അതുപോലെ സാധനാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. നമ്മുടെ ഉള്ളിലെ രാമനെ ഉണർത്താൻ അത് പര്യാപ്തമാകും. യഥാർത്ഥത്തിൽ ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ രാമനെ അറിയുക, ഉള്ളിലെ ഈശ്വരത്വത്തെ ഉണർത്തുക, ഉള്ളിലെ വിവേകത്തെ ഉണർത്തുക എന്നതാണ്. ഈ ഒരു അവസരം നമുക്ക് അതിന് വേണ്ടി പരിശ്രമിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.